ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇന്നു മുതൽ WH ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പോവുകയാണ്. WH നമുക്കറിയാം പലതുണ്ട്, വേറെ, വിച്ച്, വെൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉണ്ട്. നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് നമ്മൾ വെയർ ആണ് എടുക്കുന്നത്. വെയർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം, അല്ലെ? വെയർ ഈസ് എവിടെ ആണ് എന്നാണ് അർത്ഥം. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ വെയർ വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻ ഇന്ന് ഞാൻ എൻ്റെ ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് മുഴുവനും ഇപ്പം നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് വെയർ വെച്ച് ചോദിക്കേണ്ടത് എന്ന്. അറിയാം, നിങ്ങൾക്ക് അറിയാമെന്നറിയാം, എന്നാലും ഓക്കെ. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് നിനക്ക് പോകേണ്ടത്? ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ കമന്റ് ബോക്സിൽ ഇന്നലെ ഒരാൾ ചോദിച്ചതാണ്, എങ്ങോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടത്? അതിന്റെ നിങ്ങളുടെ ഒരു ആവശ്യമാണ്. എങ്ങനെ ചോദിക്കണം? Where do you want to go? Where do you want to go എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് നിനക്ക് പോകേണ്ടത്, എങ്ങോട്ടാണ് നിനക്ക് പോകേണ്ടത്. പിന്നെ എവിടെ നിന്നാണ് നീ അവനെ കണ്ടത്? എവിടെ നിന്നാണ് നീ അവനെ കണ്ടത്? എവിടെ നിന്നാണ്? വെയർ, കണ്ടത്, കണ്ടു കഴിഞ്ഞു. അപ്പൊ where did you see him? എവിടെ നിന്നാണ് കണ്ടത്? Where did you see him? എവിടെ നിന്നാണ് അവനെ നീ കണ്ടത്? അടുത്തത്, നീ എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നാണ്? നിങ്ങൾ എവിടെ നിന്നാണ്? നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലൊരു പരിചയമില്ലാത്തൊരു വരുമ്പോൾ നമ്മൾ ചോദിക്കും എവിടെ നിന്നാണ്. എങ്ങനെ ചോദിക്കണം? വേർ ആർ യു ഫ്രം? ഇപ്പൊ നമ്മളല്ലേ, ഇപ്പോഴത്തെ ഒരു കാര്യമല്ലേ നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ്, ഇപ്പോൾ എവിടെ നിന്നാണെന്നല്ലേ ചോദിക്കുന്നത്. അപ്പോൾ വേർ ആർ യു ഫ്രം. അടുത്തത്, എവിടാണ് പഠിച്ചത്? എവിടെയാണ് പഠിച്ചു കഴിഞ്ഞല്ലോ. വേർ ഡിഡ് യു സ്റ്റഡി? നിങ്ങൾ എവിടെയാണ് പഠിച്ചത്? വേർ ഡിഡ് യു സ്റ്റഡി? പിന്നെ എവിടെയാണ് മത്സരം നടക്കുന്നത്? എന്തെങ്കിലുമൊക്കെ മത്സരം നടക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുക എവിടെയാണ് നടക്കുന്നത്? എങ്ങനെയാണ്? എവിടെയാണ്? വേർ ഈസ് ദ കോമ്പറ്റീഷൻ? എവിടെയാണ്? വേർ ഈസ് ദ കോമ്പറ്റീഷൻ? മത്സരം എവിടെയാണ്? അതുപോലെ പിന്നെ എവിടേക്കാണ് ഈ ബസ് പോകുന്നത്? എങ്ങനെ ചോദിക്കണം? ബസ് എവിടെ? എവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർ ആണ്. അപ്പൊ എവിടേക്കാണ് ഈ ബസ് പോകുന്നത്? എങ്ങനെയാണ് ചോദിക്കേണ്ടത്? പോകുന്നത്, പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എങ്ങനെ ചോദിക്കണം? വെയർ ഈസ് ദിസ് ബസ് ഗോയിങ്? വെയർ ഈസ് ദിസ് ബസ് ഗോയിങ്? എവിടേക്കാണ് ബസ് പോകുന്നത്? ഇനി പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് സംസാരിക്കാറ്? എവിടെ നിന്നാണ് സംസാരിക്കാറ്? എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കാറ്? സംസാരിക്കാറ്, അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി എവിടെ. Where do you speak? Where do you speak എന്ന് പറഞ്ഞാൽ എന്താ? വേർ എന്ന് പറഞ്ഞാൽ എവിടെ, ഡു യു സ്പീക്ക് എവിടെ നിന്നാണ്, ഡു യു സ്പീക്ക് എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കാറ്? ഇനി സാധാരണ നമ്മൾ ചോദിക്കും, നിങ്ങൾ ഡ്രസ്സൊക്കെ സാധാരണ എവിടെ നിന്നാണ് എടുക്കാറ്, എവിടെ നിന്നാണ് വാങ്ങിക്കാറ്, അല്ലെ? സാധാരണ നിങ്ങൾ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് എടുക്കാറ്? എങ്ങനെ ചോദിക്കണം? എടുക്കാറ്. Where do you സാധാരണ, യൂഷ്വലി. Where do you usually buy the dress എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ എവിടെ നിന്നാണ് ഡ്രസ്സ് വാങ്ങിക്കാറ്? Where do you usually എന്ന് പറഞ്ഞത് സാധാരണ, buy the dress, ഡ്രസ്സ് എവിടെ നിന്നാണ് വാങ്ങിക്കാറ്? പിന്നെ എല്ലാ സൺഡേ എവിടെയാണ് നിങ്ങൾ പോകാറ്? എങ്ങനെ പറയും? പോകാറ്. Where do you go every Sunday? എല്ലാ സൺഡേ എവിടെയാണ് പോകാറ്? പിന്നെ ഇത് എവിടെയാണ് ഞാൻ കൊടുക്കേണ്ടത്? കൊടുക്കേണ്ടത് ഷുഡ്. വേർ ഷുഡ് ഇറ്റ് ഗീവ്? ഞാൻ ഇത് എവിടെയാണ് കൊടുക്കേണ്ടത്? പിന്നെ എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത്? വേർ ഷുഡ് ഐ ലിവ്? എവിടെയാണ് താമസിക്കേണ്ടത്? ഇനി ചോദിക്കാണ്, രതീഷിന്റെ വീട് എവിടെയാണ്? വേർ ഈസ് രതീഷ്? രതീഷ് എസ് വേണം, അല്ലെ? രതീഷ് ഹൗസ്, അല്ലെ? രതീഷിന്റെ വീട് എവിടെയാണ്? ഇനി നമുക്ക് ചോദിക്കണം, ആ സ്ഥലം എവിടെയാണ്? വേർ ഇസ് ദാറ്റ് പ്ലേസ്? ആ സ്ഥലം എവിടെയായിരുന്നു? വേർ വാസ് ദാറ്റ് പ്ലേസ്? സ്ഥലം എവിടെയായിരുന്നു? പിന്നെ എവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചത്? വാങ്ങിച്ചു കഴിഞ്ഞു. വേർ ഡിഡ് യു ബൈ ഇറ്റ്? ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? പിന്നെ എവിടെയാണ് നീ കളഞ്ഞത്? വേർ ഡിഡ് യു ത്രോ ഇറ്റ്? അല്ലെങ്കിൽ നമ്മൾ എറിഞ്ഞതെന്നും പറയാം. വേർ ഡിഡ് യു ത്രോ ഇറ്റ്? എവിടെയാണ് നീ എറിഞ്ഞത്, അല്ലെങ്കിൽ എവിടെയാണ് നീ കളഞ്ഞത്? മനസ്സിലായി? അതിന്റെ എല്ലാം എന്താണ്? എവിടെയാണ് എന്നാണ്. ഇനി എവിടേക്കാണ് ഞാൻ നോക്കേണ്ടത്? നമ്മളെ പലരും ഇങ്ങനെ പലതും നോക്കുന്നപ്പോ എവിടാണ് നോക്കേണ്ടത്?
വേർ ഷുഡ് ഐ ലുക്ക്? നോക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേണ്ടത്, പോകേണ്ടത്, വരേണ്ടത്, ഇതിനൊക്കെ നമ്മൾ ഷുഡാണ് ഉപയോഗിക്കേണ്ടത് പഠിച്ചിട്ടുണ്ട്. ഇനി എവിടെ നിന്നാണ് നിങ്ങൾ ഗ്യാസ് വാങ്ങിക്കാറ്? എല്ലാ വീട്ടമ്മമാരെ സംബന്ധിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എവിടെ നിന്നാണ് നിങ്ങൾ ഗ്യാസ് വാങ്ങിക്കാറ്? Where do you buy gas from? എവിടെ നിന്നാണ് വാങ്ങിക്കാറ്? പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഡിഗ്രി എടുത്തത്? Where do you എന്താണ് എടുത്തത്? Where do you ചോദിച്ചാലാവോ? Where did you? എവിടെ നിന്നാണ് എടുത്തത് അല്ലെ? Where did you? ഡിഗ്രി എടുക്കാന്ന് ഡിഗ്രി കിട്ടി. Where did you get ഡിഗ്രി? ഡിഗ്രി എവിടെ നിന്നാണ് എടുത്തത്? പിന്നെ എൻ്റെ പേന എവിടെയാണ്? Where is my pen? എൻ്റെ പേഴ്സ് എവിടെയാണ്? Where is my wallet? ഇനി എവിടെ ആയിരുന്നു ഇതുവരെ? ഇതുവരെ എച്ച് വന്നാൽ നമുക്കറിയാം അവിടെ എന്തുണ്ടാവണം? ഹാസോ ഹാവോ ഉണ്ടാവണം എന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പൊ ഇതുവരെ, അപ്പൊ എവിടെ? where have you been at? എവിടെയായിരുന്നു ഇതുവരെ? where have you been at? എവിടെയായിരുന്നു ഇതുവരെ? പിന്നെ സാധാരണ എവിടെയാണ് ബസ് കാത്തു നിൽക്കാറ്? എങ്ങനെയാണ് കാത്തു നിൽക്കാറ്? where do you usually സാധാരണ wait for the bus? ഇപ്പൊ നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 20 above ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. 20 above തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു വെയർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്. പിന്നെ കഴിഞ്ഞ കാര്യമാണെങ്കിൽ വെയർ കൊടുക്കുക, ഡിഡ് സബ്ജക്റ്റ് ബാക്കി പറയുക. ഇനി ചെയ്യാറുണ്ടോ, സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ നമ്മൾ വെയർ ചോദിക്കുക, ഡുവോ ഡസോ കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, കാര്യം പറയുക. ഇനി നമ്മൾ പഠിച്ചു ഹാസ് വെച്ചാണ് ചോദിക്കേണ്ടതെങ്കിൽ വെയർ. നമുക്ക് എവിടെയാണ് എങ്കിലും നമ്മൾ എന്ത് ചെയ്താൽ മതി? വെയർ കൊടുക്കുക. ഇനി ഷുഡ് ആണെങ്കിൽ ഷുഡ്, എന്താണെങ്കിലും അത് കൊടുക്കുക. അതിനുശേഷം സബ്ജക്റ്റ് കൊടുക്കുക. നമ്മൾ കാര്യം എന്താണെന്നും കൂടെ ചോദിക്കാം. ഇനി ഈസ് ആണെങ്കിലും ആം ആണെങ്കിലും ആരാണെങ്കിലും എന്ത് തന്നെയാണ്? വെയർ കൊടുക്കുക. ആ ഓക്സിലറി എന്താണെന്നോ കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക അല്ലെ, ഈസാമാർ കൊടുക്കുക, അല്ലെങ്കിൽ വാസ് വെയർ കൊടുക്കുക, അല്ലെങ്കിൽ ഹാസ് ഹാവ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിഡ് കൊടുക്കുക, ഡു ഡസ്, ഏതെങ്കിലും ഒന്ന് നമ്മൾ WH കഴിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ എവിടെയാണ് സബ്ജക്റ്റ് കൊടുക്കുക, എന്നിട്ട് എന്താണ് ചോദിക്കുക. അപ്പം നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇന്ന് നമ്മൾ പഠിച്ചു. ഇനിയും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം, വേറെ വെച്ചിട്ട്. നമുക്ക് അടുത്ത ദിവസം അടുത്ത WH ക്വസ്റ്റ്യൻ ഏതെടുക്കണം? വെൻ എടുക്കാം. വെന്നാണ് നമ്മൾ ചോദിക്കാത്ത കുറച്ചൊരു ക്വസ്റ്റ്യൻ വെന്നാണ്. വെന്നി വെച്ചിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ ജനുവരി 3-ാം തീയതി മുതൽ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈവനിങ് ബാച്ച് തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് മുതൽ നിങ്ങളോട് പറയുന്നതിന്റെ കാര്യം, കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തുടങ്ങി കുറെ ദിവസങ്ങൾ കഴിയുമ്പോഴും വിളിച്ചോണ്ടുണ്ട് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിച്ച്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വളരെ നേരത്തെ പറയുന്നത്, ജനുവരി 3-ാം തീയതി മുതൽ നമ്മുടെ ഈവനിങ് ബാച്ച് തുടങ്ങുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ എല്ലാവർക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ക്ലാസ്സുകളാണ്. രണ്ടുപേരുടെയും ക്ലാസ്സുകൾ ജനുവരി 3-ാം തീയതി തന്നെ തുടങ്ങും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിക്കുക. നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ഇപ്പൊ തന്നെ ഉറപ്പാക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ ക്ലാസ്, എൻ്റെ ഗ്രാമർ ക്ലാസ്സുകൾ 1 മുതൽ കേട്ട് പഠിച്ചവർക്ക് ഇപ്പൊ ഗ്രാമറിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. അതെനിക്ക് നല്ലതായിട്ട് അറിയാം. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സംസാരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയും നമുക്ക് സ്ത്രീകൾ തന്നെയും പുരുഷന്മാർ തന്നെയും പേഴ്സണലായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അന്വേഷിക്കാം. വാട്സപ്പിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ അതും ജനുവരി 3-ാം തീയതി മുതലാണ് ആ ഒരു സെക്ഷനും ഇനി നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ സമയം പറയുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ, സ്പോക്കൺ ഇംഗ്ലീഷ് അതിനെക്കുറിച്ചുള്ള സീറ്റുകളൊക്കെ ബുക്ക് ചെയ്യുക. ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചാൽ എനിക്കും വിഷമാവും, നിങ്ങൾക്കും വിഷമാവും. അതുകൊണ്ട് ജനുവരി 3 ഓർത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്